കോഴിക്കോട് തൊണ്ടയാട് ദേശീയപാതയുടെ സർവീസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ. മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയായ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞത്. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. വലിയ ചരക്ക് ലോറി കടന്നു പോകുമ്പോഴാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞത്. സമീപവാസികൾ ശബ്ദം കേട്ടെത്തിയപ്പോഴാണ് സ്ലാബ് തകർന്നത് കണ്ടത്. 6 മാസം മുമ്പ് പണി പൂർത്തിയാക്കിയ തൊണ്ടയാട് സർവീസ് റോഡിന്റെ പ്രവൃത്തിയിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഒരു ലോഡിംഗ് വണ്ടി പോയപ്പം ഒരു ഭയങ്കര ശബ്ദം. ആ വണ്ടി കുറച്ച് മുന്നോട്ട് വന്ന് ഓഫായി. പിന്നെ അവരെ ആൾ വന്ന് വണ്ടി എടുത്തിട്ട് വേറെ എന്തൊക്കെ സംവിധാനം ചെയ്ത് പോയി. ഇപ്പോൾ ഇത് പൊട്ടാനുള്ള കാരണം വേറൊരു വണ്ടി വന്നിട്ട് ഒരു ഇതേമാതിരി കയറ്റിയിറങ്ങി കയറിയുമ്പം ഭയങ്കര ഒരു ശബ്ദം, അത് പൊട്ടിപ്പോയി. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. തൊട്ടടുത്ത് ആശുപത്രിയും മറ്റ് സ്ഥാപനങ്ങളുമുണ്ട്. നാട്ടുകാരാണിപ്പോൾ ഇവിടെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ ചെടികളും സാധനമൊക്കെ വെച്ചിട്ടില്ലെങ്കിൽ സ്പീഡിൽ വരുന്ന ബൈക്കൊക്കെ ഇതിൽ കുടുങ്ങി പോവാണ്. നമ്മളൊരു ഏകദേശം ഒരു 3 വർഷത്തോളം ഈ റോഡിൻ്റെ ദുരന്തത്തിന് വേണ്ടി എല്ലാ സഹകരണം ചെയ്ത് അനുഭവിച്ചതാണ്. ഇപ്പോഴും ദുരിതം തീരുന്നില്ല, പണി തീർന്നിട്ടും വീണ്ടും ഇതുമായുള്ള പൊട്ടലും ബുദ്ധിമുട്ടുകളും. ഈ ഒരു റോഡ് ഇത് ഗവൺമെൻറ് സ്ഥലമാണ്. ഇതിലൊന്ന് ഈ പൈപ്പ് ഇട്ടുണ്ടെങ്കിൽ അത്രയും വീതിയിൽ ഈ റോഡ് കൊണ്ടുവരാൻ ഈ ഓവിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാനും പറ്റും. ബാക്കിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇത് ശാസ്ത്രീയമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സ്ഥലമാണിത്. വൈകിട്ടോടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തൊഴിലാളികളെത്തി റോഡ് റിപ്പയറിംഗിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. റോഡിൽ മുഴുവൻ ഇതേ അവസ്ഥ ആണെന്നത് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം റോഡിന് താഴെ ഓവുചാൽ കടന്നു പോകുന്നു എന്നതും വലിയ ആശങ്കയാണ്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.